ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുമ്പളങ്ങ വിളവെടുപ്പാണ്. വിളവെടുപ്പ് എന്നല്ല, കുമ്പളങ്ങയുടെ വള്ളി പൊട്ടി താഴേക്ക് വന്നിട്ട് കുമ്പളങ്ങൊക്കെ താഴെ വീണു. എന്ത് പറ്റിയെന്നറിയില്ല. ചില ആളുകൾ പറഞ്ഞു മഴ കൂടിയത് കാരണമായിരിക്കും ഇങ്ങനെ കുമ്പളങ്ങൊക്കെ താഴെ പൊട്ടി വീഴുന്നതൊക്കെ പറയുന്നുണ്ട്. കേട് വന്നിട്ടുണ്ട് കുറേ മരത്തിലുണ്ടായിരുന്നു. കുറേ ആളുകൾക്ക് കുടുംബക്കാർക്കൊക്കെ കൊടുത്തു. ഇപ്പോൾ ദാ താഴേക്ക് ചാടിന് ചീഞ്ഞിട്ട് കേടന്നിട്ട് കുറേ വീണ് പോണ്. അപ്പോൾ ഇത് വള്ളി അവിടെ ഒരു മുരിങ്ങാമരം ഉണ്ടായിരുന്നു. ആ മുരിങ്ങാമരം പൊട്ടിച്ചാടി, അങ്ങനെ വള്ളി പൊട്ടി താഴെ വന്നതാണ്. അപ്പോൾ ഫസ്റ്റിൽ നോക്കുമ്പോൾ ഒന്ന് ഇപ്പുറത്തുണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചെടുത്തു. പിന്നെ ദാ നിലത്ത് കിടക്കുന്നുണ്ടല്ലേ. ഇനിയും മരത്തിലുണ്ട് കേട്ടോ. ഒരു വേപ്പ് മരം ഉണ്ട്, അതിൻ്റെ മുകളിൽ കുമ്പളത്തിൻ്റെ വള്ളി അങ്ങനെ പടർന്ന് പോയിട്ട് ഇനിയും അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പൊട്ടിക്കൽ റിസ്ക്കാണ്, ഒരുപാട് മുകളിലാണ്. അത് കാരണം എങ്ങനെ പൊട്ടിക്കുന്നില്ല. ഇതൊക്കെ കണ്ടില്ലേ, നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. എല്ലാവരും പറയുമ്പോൾ തന്നെ മഴ കൂടുതലായിട്ടായിരിക്കും ഇതിങ്ങനെ ചീഞ്ഞ് കേടുവന്ന് പോണത് അറിയാം. അതായത് ചെറിയൊരു ഇതുണ്ട്, കേട് പോലെ ഉണ്ട്. പക്ഷെ മുറിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വിളവെടുത്ത ശേഷം നമ്മൾ മുറിച്ച് നോക്കി, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടെ ചെറിയൊരു പൊട്ട് കാണാണ്ട്. ആദ്യമൊക്കെ ഇതിലുണ്ടായത് നല്ല നീളം കൂടിയായിട്ട് കേട്ടോ, നല്ല വലുപ്പമുള്ളതായിരുന്നു. ഇപ്പോൾ പിന്നെ അധികം വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ്. പക്ഷെ ഫസ്റ്റായിട്ട് ഇതിലുണ്ടായതൊക്കെ നല്ല വലിപ്പമുള്ള കുമ്പളങ്ങായിരുന്നു. എല്ലാം കുടുംബക്കാർക്കും അയൽവാസികൾക്കും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഇതാ മൂന്നാമത്തതും നമ്മൾ വിളവെടുക്കാൻ നിൽക്കണം. അപ്പോൾ മുരിങ്ങാമരം പൊട്ടിയ കാരണമായിരിക്കും ആ വള്ളി മൊത്തത്തിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റിൽ ഒരു എന്താ പറയുക, ഒരു 8-10 വലുത്, നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ്. ഒരു 10 ഏകദേശം ഉണ്ടായിട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, കുഴിച്ചിട്ടിട്ടുണ്ടായതൊന്നുമല്ല. നമ്മളെ എന്താ പറയുക, പടോളം മുളക്കെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ താനെ ഉണ്ടായതാണ്. അവിടെ നമ്മളെ വാഷിംഗ് മെഷീനിലെ വെള്ളം പോണ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ അങ്ങനെ ഉണ്ടായതാണ്. ചില ആളുകൾ പറയും സോപ്പ് വെള്ളം തട്ടിയാലൊന്നും കൃഷിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. സോപ്പും വെള്ളം മൊത്തം ആ കുഴിക്ക പോണ്. ആ കുഴിയിലാണ് ഇതിൻ്റെ വള്ളി ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. ചില ആളുകൾ പറഞ്ഞേക്കാം സോപ്പും വെള്ളം തട്ടിയാൽ ഒരു തരത്തിലുള്ള കൃഷി ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ പറയണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചില ആളുകൾ പറയും ഈ കുമ്പളത്തിൻ്റെയൊക്കെ വള്ളി മൂപ്പായി കഴിഞ്ഞാൽ നല്ല കായ ഉണ്ടാവുന്നു. അതായിരിക്കും. ഇനിയും കായ ഓരോ മരത്തിൻ്റെയൊക്കെ മുകളിൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.